ഹായ് എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറച്ച് നാളുകളായി ഞാൻ വീഡിയോ ചെയ്തിട്ട് ഞാൻ പല കാര്യങ്ങളാൽ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അപ്പോൾ എനിക്ക് കുറേ മെസ്സേജസ് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓരോ ആളുകളുടെ കയ്യിൽ നിന്ന് യൂട്യൂബ് വീഡിയോസിനെ പറ്റി ഡൗട്ട്സ് എല്ലാം ചോദിച്ചു വരാറുണ്ട്. എല്ലാത്തിനും ആൻസർ കൊടുക്കാനായിട്ട് പറ്റാറില്ല. കാരണം ഒന്നാമത്തെ കാര്യം തന്നെ നമ്മൾ ഒരു സെൻറ്റൻസിൽ അത് ആൻസർ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആകില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനതിനൊക്കെ ആൻസർ തരാതിരുന്നത്. അപ്പോൾ ഇന്ന് എനിക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഒരു വീഡിയോയുടെ താഴെ വന്ന ഒരു മെസ്സേജിനുള്ള മറുപടിയായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സ്റ്റേഷൻസിൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അതിൻ്റെ പല ഡൗട്ട്സും എല്ലാവരും ചോദിക്കാറുണ്ട്, മെസ്സഞ്ചർ വഴി വന്ന് ചോദിക്കാറുണ്ട്. അതിനൊക്കെ എനിക്ക് പറ്റാവുന്നതും അറിയാവുന്നതുമായിട്ടുള്ള രീതിയിൽ ഞാൻ ആൻസർ ചെയ്യാറുണ്ട്. ഈ ഒരു അവസരത്തിൽ എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ വീഡിയോസ്, അതായത് സ്റ്റേഷൻസിൻ്റെ വീഡിയോസ് കണ്ട് ഇവിടെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതി പാസ്സായ കുട്ടികൾ നമ്മളെ നേരിട്ട് വന്ന് കണ്ട് അവരുടെ സന്തോഷം അറിയിക്കുമ്പോൾ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. കാരണം എൻ്റെ ഇൻറ്റൻഷനും അത് തന്നെയായിരുന്നു. ഞാൻ എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സ്റ്റേഷൻസ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എപ്പോഴും പറയാറുണ്ട്, ഞാനത് എഴുതാനായിട്ട് പോകുമ്പോൾ എനിക്കധികം റെഫറൻസ് ഇല്ലായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നു എന്നറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു ക്വസ്റ്റിന് ആൻസർ കൊടുക്കാനായിട്ട് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അതായത് എനിക്ക് വന്ന ആ ക്വസ്റ്റ്യൻ എന്താണെന്ന് നിങ്ങളോട് ഞാൻ ആദ്യം പറയാം. ആ കുട്ടി ചോദിച്ചിരിക്കുന്ന ഹൗ ക്യാൻ വി റെഡ്യൂസ് നെർവസ്നെസ് ഡ്യൂറിങ് എക്സാമിനേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആക്ച്വലി അത് കേൾക്കുമ്പോൾ നമുക്കൊരു സിമ്പിളായിട്ടും എന്നാൽ അതൊരു വളരെ സില്ലി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് തോന്നും. പക്ഷേ അത് എന്നെ സംബന്ധിച്ച് അതൊരു വലിയ ഒരു ക്വസ്റ്റ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെപ്പോഴും ഏത് എക്സാമിന് പോവുകയാണെങ്കിലും നമുക്ക് നെർവസ്നെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്, നമുക്ക് സ്ട്രെസ്സുണ്ട്, നമുക്കെല്ലാം ഉണ്ട് എല്ലാ എക്സാമിനും. പക്ഷേ ആ കുട്ടി ചോദിച്ചതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് മറ്റ് ഏത് എക്സാമിനേക്കാളും നമുക്ക് നെർവസ്നെസ് ഉണ്ടാക്കുന്ന ഒരു എക്സാമാണ് എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നമ്മൾ OET എക്സാം പോലെയല്ല. OET എക്സാം ഓക്കെ, നമുക്ക് വളരെയധികം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സാം ആണെങ്കിൽ തന്നെയും അത് നമ്മളുടെ കൺട്രിയിൽ നിന്ന്, നമ്മളുടെ സ്ഥലത്ത് നിന്ന്, നമ്മളുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ എഴുതുന്ന ഒരു എക്സാമാണ്. അത് തോറ്റാലും ജയിച്ചാലും നമുക്ക് വീണ്ടും ഓപ്ഷൻസ് ഉണ്ട്. നമുക്കത് പിന്നെയും നമുക്ക് പിന്നീട് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അത് പാസ്സായെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിക്കാനില്ല. വീണ്ടും നമുക്ക് ടെസ്റ്റ് എഴുതാനായിട്ട് പറ്റും. എന്നാൽ ഈ ഒരു എക്സാം ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ സംബന്ധിച്ച് നമ്മൾ ഓൾറെഡി DL ഡിസിഷൻ ലെറ്റർ എല്ലാം എടുത്ത് അയർലൻഡിലേക്ക് ഒരു നഴ്സിംഗ് ഹോം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു അക്സെപ്റ്റൻസോട് കൂടി നമ്മൾ ഇവിടത്തേക്ക് ജോലിക്കായിട്ട് വന്നതിന് ശേഷമുള്ള ഒരു ക്ലിയറൻസ് ടെസ്റ്റാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പാസ്സായാൽ മാത്രമേ നമുക്ക് അയർലൻഡിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സിറ്റുവേഷൻ നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഓൾറെഡി ടിക്കറ്റിനെല്ലാം പേ ചെയ്ത് നമ്മളെ നാട്ടിലും വീട്ടിലും എല്ലാം യാത്ര പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് നമ്മളുടെ ജോലി നാട്ടിലോ അല്ലെങ്കിൽ വിദേശത്തോ ഉള്ള ജോലിയെല്ലാം റിസൈൻ ചെയ്ത് നമ്മളുടെ എല്ലാം കഴിഞ്ഞ് പുതിയൊരു ആയിട്ടാണ് അയർലൻഡിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഈ എക്സാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതായ ഒരവസ്ഥ വരും. നമുക്ക് ഈ പറയുന്ന ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പേ ചെയ്ത ഫീസോ നമ്മളുടെ DL അല്ലെങ്കിൽ നമ്മളുടെ OET എക്സാമിൻ്റെ വാലിഡിറ്റിയോ ഇതൊന്നും ഒരു വിഷയവുമല്ല. എല്ലാം അവിടം കൊണ്ട് സ്റ്റോപ്പാകുന്ന ഒരു കണ്ടീഷനാണ് ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിന് പാസ്സായില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ എന്താ പറയുന്നത്, നമ്മൾ ഇത്രയും ഇട്ട എഫേർട്ട്, ഇത്രയും കാര്യങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പാകുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, കൂടുതലും നമ്മൾ ഇങ്ങോട്ടുള്ള ആപ്ലിക്കേഷൻസ് സെൻഡ് ചെയ്യുമ്പോഴത്തേക്കും എന്തുമാത്രം നമ്മൾ പഠിച്ച സ്ഥലങ്ങൾ
നമ്മുടെ നഴ്സിംഗ് കോളേജസ്, സ്കൂൾസ്, അല്ലെങ്കിൽ നമ്മളുടെ ഓരോ ഡോക്യുമെൻറ്റ്സും നമ്മൾ പ്രിപ്പയർ ചെയ്ത അയർലൻഡിലെ ആ ഒരു വെബ്സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിൽ എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് നമ്മളതെല്ലാം കളക്ട് ചെയ്യുന്നതെന്ന്. അത് കളക്ട് ചെയ്ത് നമുക്കൊരു DL കിട്ടുക എന്ന് പറയുന്നത് വലിയ ഒരു കടമ്പ തന്നെയാണ്. ആ DL കിട്ടി നമ്മൾ സന്തോഷമായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എക്സാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. നമുക്ക് നോക്കുവാണെങ്കിൽ അതിൽ ജസ്റ്റ് ഡ്രസ്സിങ് അല്ലെങ്കിൽ വളരെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ മാത്രമുള്ള ഒരു ടെസ്റ്റാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയും നാൾ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ഇത്രയും നാൾ നഴ്സിങ്ങിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ അല്ലെങ്കിൽ ന്യൂ ആയിട്ട് പാസ് ഔട്ടായ കുട്ടികൾ എല്ലാവരും എന്തുകൊണ്ടാണ് അതിലൊരു ചെറിയ ശതമാനമെങ്കിലും ഫെയിലായി പോകുന്നതിൻ്റെ കാരണം ഞാൻ ഒരിക്കലും പറയില്ല അവർക്കതിൻ്റെ ബേസിക്സ് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണെന്നോ അല്ലെങ്കിൽ അവരത് പഠിക്കാതെ വന്നിട്ടോ പാസ്സാകാത്തതാണെന്നോ ഒരിക്കലുമല്ല. ഇതെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസറായിട്ടാണ് വരുന്നത്. നെർവസ്നെസ്. അതുകൊണ്ടാണ് നമ്മൾ എത്ര പഠിച്ചിട്ട് വന്നാലും അത് നമുക്ക് അതിൻ്റെ പൂർണ്ണ രൂപത്തിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റാതെ വരുന്ന ഒരവസ്ഥ വരുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ചും ഞാൻ എൻ്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സ്റ്റേഷനുകളിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും ഇവർ ഒരു കയ്യിലൊരു മണി വെച്ചിട്ട് അത് അടിക്കുകയാണ്, പുറത്ത് വന്ന് ആ മണി അടിക്കുകയാണ്. അപ്പോൾ ആ ബെല്ല് വരുന്ന സമയത്ത് നമ്മൾ എവിടാണോ നമ്മളുടെ ആ എക്സാമിൻ്റെ ആ ഒരു പോയിൻ്റ്, അതായത് നമ്മൾ ചിലപ്പോൾ ആ ഒരു സ്റ്റേഷൻ ഫുള്ള് പറഞ്ഞ് തീർന്നു കാണില്ല, നമ്മളുടെ എക്സ്പ്ലനേഷൻ തീർന്നു കാണില്ല, അല്ലെങ്കിൽ നമ്മളുടെ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയി കാണില്ല. അതിനു മുമ്പേ ഈ ബെല്ല് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരവസരം പോലും ചിലപ്പോൾ കിട്ടാറില്ല. നമ്മളുടെ ആ ടൈമിൻ്റെ ആ ഒരു ടൈം ഫ്രെയിം കാരണം തന്നെ നമ്മൾ ആ ഒരു സ്റ്റേഷൻ വിട്ട് പുറത്തു പോകേണ്ടതായ ഒരു അവസ്ഥ വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഒരു സമയബന്ധിതമായിട്ട് വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് ഓരോ സ്റ്റേഷൻ വഴി നമ്മൾ ഓടിപ്പാഞ്ഞ് നടക്കുന്ന ഒരു എക്സാമാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. തിയറിയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എക്സാം പോലെ തന്നെ തിയറി പഠിച്ചിട്ട് വന്നിട്ട് എക്സാം എഴുതുന്നതാണ്. അത് സാധാരണ എക്സാമിൻ്റെ ഒരു സ്ട്രെസ്സ് മാത്രമേ ഉള്ളൂ. അതേസമയം ഈ ഓസ്കി അല്ലെങ്കിൽ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ ഈ സ്റ്റേഷൻസ് എന്ന് പറയുന്ന റിയലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്, അത് എൻ്റേതായ രീതിയിലുള്ള ഒരു ടിപ്സാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഏത് എക്സാമിനും പോകുന്നത് പോലെ തന്നെ നിങ്ങൾ ശരിക്കും ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ നിസ്സാരമായി കാണാതെ വളരെയധികം എഫേർട്ട് എടുത്ത് നന്നായി പ്രിപ്പയർ ചെയ്ത് വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം RCS ആയിട്ട് സൈറ്റിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊന്നും പ്രിപ്പയർ ചെയ്യേണ്ട, നമ്മൾ ജസ്റ്റ് അപ്പിയർ ചെയ്താൽ മതിയെന്ന്. പക്ഷേ അത് ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നമ്മൾ വളരെ നന്നായി പഠിച്ച് വളരെ നന്നായി വന്നില്ലെങ്കിൽ ഇവിടെ വന്ന് നമ്മളുടെ ടെൻഷനും സ്ട്രെസ്സും കാരണം നമ്മൾ പറയുന്നതെല്ലാം അബദ്ധങ്ങളായി പോകും. അപ്പോൾ നമുക്ക് ഒരു കാര്യം നന്നായി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഏത് സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും അത് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ അത് അവരെ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അഥവാ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ പോലും നമ്മളുടെ മനസ്സിൽ അത് തറവായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് തത്ത പറയുന്ന പോലെയെങ്കിലും പറഞ്ഞ് അത് നമുക്ക് ആ ഒരു സ്റ്റേഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അതപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ സ്റ്റേഷനെ പറ്റിയും വളരെ നല്ലൊരു അറിവ് അല്ലെങ്കിൽ വളരെ നന്നായി അത് ഞാൻ പറയുന്നത് ബൈ ഹാർട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്, ആ കാര്യത്തെ നന്നായി മനസ്സിലാക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രം വരിക. അപ്പോൾ അതുപോലെ തന്നെ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണ്, ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റേഷൻ എന്ന് പറയുന്നത്. കാരണം നഴ്സസ് ആയിട്ടുള്ള എല്ലാവരും തന്നെ അവരുടെ ലൈഫിൽ ഇഷ്ടംപോലെ തവണ ഡ്രസ്സിങ് എല്ലാം ചെയ്യുന്നതാണ്. പക്ഷേ ഈ ഈ എക്സാമിൻ്റെ പോയിന്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഡ്രസ്സിങ് എന്ന് പറയുന്ന അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്സിൽ ഏതെങ്കിലും ഒരു കാര്യം മിസ്സായി കഴിഞ്ഞാൽ ആ ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റേഷൻ തന്നെ നമ്മൾ ഫെയിലായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്റ്റെപ്സ് ഓർത്തിരിക്കാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ ഡ്രസ്സിങ് സെറ്റ് നമ്മളെടുത്ത് കണ്ടിന്യൂസ്
പ്രാക്ടീസ് ചെയ്തിട്ടേ ഇരിക്കുക. പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആയി കഴിയുമ്പോൾ അത് പ്രത്യേകിച്ചും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് തയ്യാറെടുത്തിരിക്കുന്ന മറ്റു കുട്ടികളുമായിട്ട് നന്നായി പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് വരുന്ന മിസ്റ്റേക്സും നമുക്കുള്ള ആ സ്ട്രെസ്സും എല്ലാം നമുക്ക് മാറി നമ്മളുടെ കൈയും നമ്മളുടെ മനസ്സും എല്ലാം അതിലോട്ട് പ്രോപ്പറായിട്ട് വരാനായിട്ട് തീർച്ചയായിട്ടും പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൻ്റെ സ്റ്റേഷനെ പറ്റി നല്ലൊരു അവയർനെസ് അല്ലെങ്കിൽ നല്ലതായിട്ട് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എപ്പോഴും നമ്മളൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്കുള്ളൊരു ഉപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിബിളായിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആയിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഒരാളിലുള്ള മിസ്റ്റേക്കും, ഒരാൾ ഇപ്പോൾ ഇത് ഒരു പ്രൊസീജിയർ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഒരു പ്രൊസീജിയർ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, അപ്പോൾ അവരിലുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ അവരിലുള്ള കാര്യങ്ങളിൽ അവരിലുള്ള കുറവുകൾ മറ്റൊരാൾക്ക് അത് കറക്റ്റ് ചെയ്ത് അത് വീണ്ടും വീണ്ടും പറഞ്ഞ് നമുക്കത് ആക്കി എടുക്കാനായിട്ട് പറ്റും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് വൺസ് ഫെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി എഴുതാനായിട്ടുള്ള ഒരു ചാൻസ് അവർ തരും. പക്ഷേ ആ രണ്ടാമത് എഴുതുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തേനേക്കാളും സിവിയറായിട്ടുള്ള പ്രഷറിലായിരിക്കും നമ്മൾ പോയി എഴുതുന്നത്. കാരണം ഇത് നമ്മുടെ ഫൈനൽ, നമ്മൾ ഈ അയർലൻഡിൽ നിന്ന് എക്സിറ്റ് പോകേണ്ട ഒരവസ്ഥ എന്നുള്ളത് കരുതിയാണ് നമ്മൾ അവിടെ പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഓവറായിട്ട് സ്ട്രെസ്സ് വരികയും നമ്മൾ ഇപ്പം പല കുട്ടികളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ആദ്യം ഫെയിലായി കഴിഞ്ഞിട്ട് ഇപ്പം അവരുദ്ദേശിക്കുന്ന ആ ഒരു സ്റ്റേഷൻ അല്ലായിരിക്കും അവർക്ക് നെക്സ്റ്റ് ടൈം കൊടുക്കുന്നത്. നമ്മൾ ഇമാജിൻ പോലും ചെയ്യാത്ത സ്റ്റേഷൻസ് പിന്നെ തരും. അപ്പോൾ നമ്മൾ ആകെ പതറിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരാറുണ്ട്. അപ്പോൾ അതെല്ലാം അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് ഏതെല്ലാം പോസിബിൾ ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടോ അതിനെപ്പറ്റിയെല്ലാം നന്നായി പഠിച്ചിട്ട് തന്നെ പോവുക. അതൊന്ന് നമ്മുടെ സ്ട്രെസ്സും എല്ലാം കുറയ്ക്കാനായിട്ട് സഹായിക്കുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മളുടെ തലയിൽ നിന്നേ എടുത്തു കളയുക. അയ്യോ, ഈ എക്സാം എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകേണ്ടി വരും എന്നുള്ള ഒരവസ്ഥ നമ്മളത് കംപ്ലീറ്റ്ലി നമ്മുടെ മനസ്സിൽ നിന്ന് വിട്ടുകളയാതെ ഒരു തരവുമില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് മനസ്സിൽ വെച്ചിട്ടിരുന്നാൽ തന്നെ നമ്മൾ പാസ്സാകുന്ന എക്സാമും കൂടെ ഫെയിലായി പോകും. കാരണം എന്താണെങ്കിലും നമ്മൾ ദൈവത്തിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ നന്നായി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ദൈവത്തിൽ തന്നെ വിശ്വസിക്കുക. ഇത് എനിക്കുള്ളതാണെങ്കിൽ ദൈവം എനിക്കിത് തന്നിരിക്കും, എനിക്കിത് കിട്ടിയിരിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടു കൂടി നല്ല പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ ഈ എക്സാമിനെ അപ്പിയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ എക്സാമിൻ്റെ തലേദിവസമാണെങ്കിലും നന്നായി നിങ്ങൾ ഉറങ്ങുക. ആ തലേദിവസം രാത്രി 1 മണി 2 മണി വരെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞ് സ്ട്രെസ്സ് കൂട്ടി ഉറക്കമില്ലായ്മ അത് ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ ആ പരീക്ഷയുടെ തലേദിവസം തന്നെ അതിൻ്റെ തലേദിവസം തന്നെ നിങ്ങളുടെ പഠിത്തമെല്ലാം സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ജസ്റ്റ് ഒരു മെമ്മറൈസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതിന് പ്രത്യേകിച്ചും എൻ്റെ തലേദിവസം ഒരു കാര്യം പോലും പഠിക്കുകയോ നോക്കുകയോ ഒന്നും ചെയ്യാതിരിക്കുക. ജസ്റ്റ് മനസ്സിലൊന്ന് റീകളക്റ്റ് ചെയ്യുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ അതിൻ്റെ തലേദിവസം നന്നായി ഉറങ്ങിയിട്ട് രാവിലെ ഈ ഒരു എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് പോവുക. അതുപോലെ എക്സാമിന് പോകുന്ന സമയത്ത് നിങ്ങൾ ആ കറക്റ്റ് ടൈമിൽ ഓടിക്കേറി പോകാതെ ഇരിക്കുക. അതിന് 1 മണിക്കൂറെങ്കിലും മുമ്പ് പോയി വെയിറ്റ് ചെയ്ത് സമാധാനമായിട്ട് പോയി എക്സാം ഹാളിലേക്ക് പോവുക. അപ്പോൾ തന്നെ നമ്മളുടെ സ്ട്രെസ്സ് പകുതി മാറും. അതുപോലെ തന്നെ അവിടെ കൂടി വരുന്ന എല്ലാവരോടും നീ അത് പഠിച്ചോ, അയ്യോ ഞാനിതാ പഠിച്ചത്, അയ്യോ എനിക്കതറിയില്ല, ഇതെങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിൻ്റെ ഡൗട്ട്സുകളൊന്നും ചോദിക്കാതിരിക്കുക. കാരണം എപ്പോഴും നമുക്ക് ഈ എക്സാം ഹാളിൻ്റെ പുറത്ത് വെച്ച് സ്ട്രെസ്സ് തരുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം അയ്യോ അവർ കുറേ പഠിച്ചു, അയ്യോ അവർക്ക് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനറിയാം, അയ്യോ എനിക്ക് അത്ര അറിയില്ല, അയ്യോ ഞാൻ അത് നോക്കില്ല ഇത് നോക്കില്ല, ഇതൊന്നും വെച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം ഓരോ ആളുകൾക്കും അവരുടേതായ കഴിവുകളുണ്ട്. അവരവരുടേതായ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്കെല്ലാവർക്കും അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അയർലൻഡിൽ ഇവിടം വരെ എത്തിപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് തന്നെ പെർഫോം ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ തലയിൽ നിന്നേ എടുത്തു കളയുക. ഈ എക്സാം ഹാളിന് പുറത്ത് വെച്ചുള്ള ഈ ഓവർ ഡിസ്കഷൻസ് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ സമാധാനമായി നിങ്ങൾ പ്രേഫുള്ളായിട്ട് ജസ്റ്റ് മനസ്സിൽ റീകളക്റ്റ് ചെയ്യുക എന്താണ് നിങ്ങൾ ഓരോ സ്റ്റേഷനിലും ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം,
ഈ ഒരു നെർവസ്നെസ് കുറയ്ക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോ ടോപ്പിക്കും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആൾ ഇരിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിങ്ങൾ മിററിൽ നോക്കി വളരെ കോൺഫിഡൻസ് ആയിട്ട് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിച്ച് നിങ്ങളിൽ തന്നെ ഒരു കോൺഫിഡൻസ് വളർത്തിയെടുക്കാനായിട്ട് നോക്കണം. അപ്പോൾ ഈ റൂമിൽ നമ്മൾ മിററിൽ നോക്കി ഇത് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് തനിയെ പ്രിപ്പയർ ചെയ്യുന്നതും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും നമ്മളുടെ ആ സ്ട്രെസ്സിൻ്റെ ലെവലും നമുക്കതെങ്ങനെ മാറ്റിയെടുക്കാമെന്നും. അങ്ങനെ പലതവണ നമ്മൾ മിററിൽ നോക്കി അത് റീകളക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ നെർവസ്നെസ് നന്നായിട്ട് കുറവായിട്ട് കിട്ടും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ OET എക്സാമിന് പോകുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് നമ്മളത് കഴിക്കുകയാണെങ്കിൽ നമുക്കത് മെമ്മറൈസ് ചെയ്യാനായിട്ട് എളുപ്പമാണെന്ന്. അത് തന്നെ നമുക്ക് ഇവിടെയും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുമ്പേ ഡാർക്ക് ചോക്ലേറ്റ് 2-3 പീസ് നിങ്ങൾ കഴിച്ചിട്ട് കയറുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രെയിനും നിങ്ങളുടെ ആ ഒരു മെമ്മറിയും ഒക്കെ കുറച്ചുകൂടെ അലേർട്ടായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് എന്താ പറയുന്നത്, കുറച്ചുകൂടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് വരും. അതുപോലെ തന്നെ പോകുന്ന ദിവസം രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, പ്രോപ്പറായിട്ട് എല്ലാ ബ്രേക്ക്ഫാസ്റ്റും കഴിക്കുക. അങ്ങനെ നിങ്ങളെ തന്നെ നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് പോവുക. അതുപോലെ എക്സാമിന് പോകുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തലേദിവസം തന്നെ റെഡിയാക്കി വെക്കുക. നിങ്ങളുടെ അയൺ ചെയ്ത യൂണിഫോം, അല്ലെങ്കിൽ നിങ്ങളുടെ പെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് സാധനങ്ങൾ, വാച്ച്, എല്ലാ കാര്യങ്ങളും നിങ്ങൾ റെഡിയാക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ധൃതി പിടിച്ച് ഓടി പോകാതെ നിങ്ങൾ അതെല്ലാം പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എക്സാം ഹാളിൽ കയറുവാണെങ്കിൽ തന്നെയും നിങ്ങൾ ടോട്ടലി മൈൻഡിനെ ഫ്രീ ആക്കണം. ടോട്ടലി അവർ ഓരോ സ്ഥലത്ത് എപ്പോഴും എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഫസ്റ്റ് സ്റ്റേഷനിലാണ് നമുക്ക് ഏറ്റവും സ്ട്രെസ്സ്. കാരണം ഒരു ലോങ് വെയിറ്റിംഗ് കഴിഞ്ഞ് നമ്മൾ ആദ്യത്തെ സ്റ്റേഷനിലോട്ട് വിടുമ്പോഴാണ് നമ്മളുടെ മനസ്സിൽ ഈ പെരുമ്പറ കൊട്ടുന്നത്. ആ ഒരു ഫസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമ്മളങ്ങ് എന്താ പറയുന്നത്, നമ്മളങ്ങ് സമാധാനമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ പോയി തെറ്റിപ്പോയാൽ, ഏതെങ്കിലും കാര്യം തെറ്റിപ്പോകുമോ, നമുക്ക് ടൈം തികയാതെ വരുവോ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആ സ്ട്രെസ്സിൽ ബാക്കി എല്ലാ സ്റ്റേഷൻസും നമ്മളുടേത് തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആകരുത്. അഥവാ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ നമുക്ക് എന്തെങ്കിലും മിസ്സാവുകയോ തെറ്റിപ്പോവുകയോ ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിൽ നിന്നേ വിട്ടുകളഞ്ഞിട്ട് അടുത്ത സ്റ്റേഷൻസ് ഇത് പോയെങ്കിൽ പോയി, ഞാൻ മറ്റുള്ളത് നന്നായി പെർഫോം ചെയ്യും എന്നുള്ള രീതിയിൽ പോവുക. നമ്മളെ അനലൈസ് ചെയ്യുന്ന പോലെ അല്ലായിരിക്കും മറ്റ് ആളുകൾ നമ്മളെ അനലൈസ് ചെയ്യുന്നത്. അവിടുത്തെ എക്സാമിനേഴ്സ് ചിലപ്പം നമ്മൾ പറയുന്ന ചിലപ്പോൾ ഹാഫ് വേയിൽ നിന്ന് പോയെങ്കിൽ പോലും നമ്മൾ പെർഫോം ചെയ്യുന്ന ഇടം വരെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പാസ്സാകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അയ്യോ, ഞാൻ ആദ്യത്തെ എൻ്റെ പകുതി എനിക്ക് പറയാൻ പറ്റുള്ളൂ, ഞാനത് ഫെയിലായി കാണും എന്ന് പറഞ്ഞ് അടുത്തതിനെല്ലാം ചറപറാന്ന് പോയി തെറ്റിച്ച് ഫെയിലാകരുത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മുടെ കോൺഫിഡൻസാണ്, നമ്മുടെ ആ ഒരു സ്ട്രെങ്ത്താണ് നമ്മളെ ഏത് സ്ഥലത്തും നമ്മളെ വിജയിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ നെർവസ്നെസ് എന്ന് പറയുന്നത് മറ്റാർക്കും അത് കുറയ്ക്കാൻ പറ്റില്ല. നമ്മളുടെ അകത്തുള്ള ആ ഒരു നെർവസ്നെസ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ട്രെസ്സ്, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി കുറയ്ക്കണമെങ്കിൽ അത് നമ്മളെക്കൊണ്ട് തന്നെ പറ്റുകയുള്ളൂ. അപ്പം നമ്മളെന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ ഡീപ്പ് ബ്രീത്ത് എപ്പോഴും എടുത്ത് റിലാക്സായിട്ട് ഇരിക്കുക. എപ്പോഴും ഡീപ്പ് ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട് എടുക്കുക. കാരണം നമ്മളത് പേഷ്യൻസിനോട് പറയുന്നത്, പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മളത് പ്രാക്ടീസ് ചെയ്യാറില്ല, അല്ലേ? അപ്പോൾ അതുപോലെ എപ്പോഴും സമാധാനമായിട്ട് എല്ലാം ചെയ്യുക. ആ ഒരു സമയത്ത് നിന്ന് അയ്യോ എൻ്റെ വീട്ടുകാർ എന്ത് ചെയ്യും, ഞാൻ ഈ പരീക്ഷയ്ക്ക് തോറ്റുപോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആ കാര്യങ്ങളെ പറ്റിയേ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക. ആ എക്സാമിന് പോകുന്ന സമയത്ത് ഞാനിത് തീർച്ചയായിട്ടും വിജയിച്ചിരിക്കും, എനിക്കിത് കിട്ടിയിരിക്കും, ഞാൻ
ഇത്രയും വിജയിച്ച് വന്ന ഒരാളാണ്. ഇനി മുന്നോട്ടും എനിക്ക് സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നിങ്ങൾ എക്സാം ഹാളിൽ പോവുക. അതുപോലെ തന്നെ നിങ്ങൾ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എക്സാമിനറുടെ ഫേസിൽ നോക്കി വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ചെറിയ സ്മൈലോട് കൂടി നിങ്ങളുടെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ചെയ്യുമ്പോൾ ഒരു പേഷ്യൻറ്റിനോടാണെങ്കിലും നിങ്ങളുടെ അവരെ ഒബ്സർവ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം ഓക്കെ, ഒരു സിക്കായിട്ടുള്ള ഒരാളുടെ അടുത്ത് നമുക്ക് സ്മൈലിംഗ് ഫേസ് ആയിട്ട് പോയി നിൽക്കാൻ പറ്റില്ല. നമ്മൾ ആ രീതിയിലുള്ള ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഓരോ സ്റ്റേഷനിലും നമ്മൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അതെല്ലാം വരണമെങ്കിൽ നമ്മുടെ സ്ട്രെസ്സ് നമ്മുടെ ഫേസിൽ നിന്ന് പോകണം. എന്നാൽ മാത്രമേ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ആക്ട് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ആക്ച്വലി ഓസ്കി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആക്ഷനാണ്, അല്ലെങ്കിൽ ഒരു ആക്ടിംഗ് ആണ്. അതായത് പേഷ്യൻ്റ് അവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് നമ്മളുടെ എക്സാമിനർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഈ ഡമ്മിയോട് അല്ലെങ്കിൽ ഒരു പേഷ്യൻ്റായിട്ട് ആക്ട് ചെയ്യുന്ന എക്സാമിനറോട് നമ്മൾ ഒരു പേഷ്യൻ്റ് എന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ ഭാവചലനങ്ങളും നമ്മളുടെ ഓരോ എക്സ്പ്ലനേഷനും ആ രീതിയിലായിരിക്കണം. നമുക്ക് ഓൾറെഡി സ്ട്രെസ് ഉണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അവരോട് അതുപോലെ സംസാരിക്കാനായിട്ട് വരും. അപ്പോൾ തന്നെ നമുക്ക് ഫെയിലിയറിനുള്ള ചാൻസസ് കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് വൺസ് നമ്മൾ ഒത്തിരി ആങ്ഷ്യസ് ആണെങ്കിൽ നമ്മൾ പറയേണ്ട സ്റ്റെപ്പുകൾ മറന്നു പോവുകയും പേഷ്യൻറ്റിനോട് യാന്ത്രികമായിട്ട് സംസാരിക്കുന്നത് പോലെയെല്ലാം വരുന്നതായിട്ട് വരും. എപ്പോഴും അത് നാച്ചുറൽ ആക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഫോളോ ചെയ്താലായിട്ട് വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളിവിടെ അയർലൻഡിൽ വന്ന് എനിവേ 1, 2, 3, 4 ദിവസം കഴിഞ്ഞായിരിക്കുമല്ലോ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ആ ഒരു സമയത്ത് ആ എക്സാം എഴുതാൻ പോകുന്ന കുറച്ച് കുട്ടികൾ ഇവിടെ വരുമല്ലോ. അവരുമായിട്ടെല്ലാം കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുക. അവരോടെല്ലാം ഒരു നല്ല എന്താ പറയുന്നത്, ഒരു ബന്ധം നിലനിർത്തുക. അവരോടെല്ലാം സംസാരിക്കുക. അവരുടെ എല്ലാ എക്സ്പീരിയൻസ് ചോദിച്ചറിയുക. അപ്പോൾ നമുക്കും അവരുടെ ഒപ്പം തന്നെ നമ്മൾക്ക് ആ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം എന്താ പറയുന്നത്, നല്ല പെർഫെക്റ്റായിട്ട് നിങ്ങൾക്ക് ആ എക്സാം അപ്പിയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ 10th പാസ്സായി, +2 പാസ്സായി, മിക്ക ആളുകളും ഡിഗ്രി കഴിഞ്ഞിട്ടായിരിക്കും നഴ്സിങ്ങിന് വരുന്നത്. അപ്പോൾ ആ ഡിഗ്രി പാസ്സായി, അല്ലെങ്കിൽ നഴ്സിങ്ങിൻ്റെ ഡിഗ്രി പാസ്സായി, ഇതെല്ലാം കഴിഞ്ഞ് OET പാസ്സായി, അതുപോലെ നമ്മളുടെ ഈ DLൻ്റെ ബിഗ് പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞു. ഫൈനലായിട്ട് വരുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അപ്പോൾ എപ്പോഴും മനസ്സിലോർക്കുക, നമ്മൾ വിജയിച്ച് ഇവിടെ എത്താമെങ്കിൽ നമുക്ക് ഇതും വിജയിക്കാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസ് ലെവൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നെർവസ്നെസ്സും നിങ്ങൾക്ക് എക്സാം ഹാളിൽ വരാനായിട്ട് ഒരു സാധ്യതയുമില്ല. അതുകൊണ്ട് നിങ്ങൾ റിലാക്സ് ആയിരിക്കുക, നല്ല പ്രേഫുള്ളായിട്ടിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഒരു എക്സാമിന് വരാനായിട്ട് ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ വിജയിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൺസിഡറേഷനിൽ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു നല്ല വിജയമുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും നന്ദി. എൻ്റെ വീഡിയോ കണ്ടതിന് നിങ്ങളുടെ മുന്നോട്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.